എവിടെ ചെന്നാലും ആരെ കണ്ടാലും ആദ്യം തന്നെ അവർ പറയുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യം കൊണ്ടല്ലേ ഇപ്പൊ നമ്മുടെ ഭരണം നഷ്ടപ്പെട്ടത്, പിണറായി വിജയന്റെ ധൂർത്ത് കൊണ്ടല്ലേ നമുക്കിതെല്ലാം വന്നത്. ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സംസാരമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ബോധപൂർവമായ നറേറ്റീവാണ്. ഇതാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി മാധ്യമങ്ങൾ കൃത്യമായി നമുക്കിടയിലുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നത്. കൃത്യമായി അവർ സൃഷ്ടിച്ച ആ മാധ്യമ അജണ്ട കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മുഴുവൻ മനുഷ്യരുടെ ഇടയിലേക്കും എല്ലാ സാധാരണക്കാരന്മാരുടെ ഇടയിലേക്കും ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം മാത്രമാണോ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ധാർഷ്ട്യത്തോടു കൂടി പെരുമാറിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ സ്വഭാവം അതാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഒരേ നിലപാടുള്ള ആളും ഒരേപോലെ പെരുമാറുന്ന ആളുമാണ്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല. പ്രത്യേകിച്ച് ഒരു അധികാരം കയ്യിൽ വന്നപ്പോൾ മാത്രം ഞാൻ ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ സ്വഭാവ സവിശേഷതയോടുകൂടി തന്നെയാണ് അദ്ദേഹം മറ്റുള്ള ഒരാളുടെ ജെനുവിനായി മനുഷ്യരുടെ മുമ്പിലേക്ക് വരുന്ന ഒരാളാണ്. സ്വാഭാവികമായ എല്ലാ പ്രതികരണങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഒരുപക്ഷെ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ സോഫ്റ്റായി പെരുമാറുന്ന മനുഷ്യർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. എന്നാൽ ഇതേ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ ഭരണ മികവും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ പൂർത്തീകരണവും കൊണ്ട് കേരളം വ്യത്യസ്തമായൊരു തലത്തിലേക്ക് എത്തിയപ്പോഴാണ് സാധാരണ ജനം അദ്ദേഹത്തെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ തുടർഭരണം സാധ്യമാവുകയും ചെയ്തത്. ആ തുടർഭരണം സാധ്യമായ സമയത്തൊന്നും ധാർഷ്ട്യമില്ലായിരുന്നു. എല്ലാ സമയത്തും ധാർഷ്ട്യമുണ്ട്, എല്ലാ സമയത്തും ഇതൊക്കെയുണ്ട്, ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതേ കാര്യങ്ങൾ ഇന്നത്തെ പല പുതിയ മുഖ്യമന്ത്രിയും ഇതേ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോഴെന്താണ് ഈ നറേറ്റീവ് ഒന്നും വരാത്തത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ 5 വർഷക്കാലമായി, അതായത് ഒരു തുടർഭരണം വന്നതിന് ശേഷം കൃത്യമായി അജണ്ട ചെയ്ത് സെറ്റ് ചെയ്യപ്പെട്ട ഒരു 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 നറേറ്റീവാണ് പിണറായി വിജയന്റെ ധാർഷ്ട്യം, പിണറായി വിജയന്റെ ധൂർത്ത് എന്നൊക്കെയുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളൊക്കെ ശരിയാണ്, പൊതുസമൂഹത്തിന് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഉണ്ട്. അത്തരം പ്രയോഗങ്ങൾ കുറച്ച് ഉപോത്ബലകമായി എന്ന് മാത്രമാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനെ നന്നായി അന്നേരം ഒരു സമയത്തും കാർക്കശ്യക്കാരനല്ലാത്ത മുഖ്യമന്ത്രിയെ കാണിക്കാൻ ഒരു മാധ്യമവും തയ്യാറാകത്തില്ല. ഒരു മാധ്യമവും പിന്നെ അദ്ദേഹത്തിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ചെയ്ത നന്മകൾ, 1000 നന്മകൾ നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ, വ്യാവസായികമായ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യത്തിൽ എല്ലാം പുതിയ പുതിയ പദ്ധതികൾ, നാടിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പദ്ധതികൾ ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പാക്കുന്ന കാര്യത്തിൽ ഒന്നും ഒരു നെഗറ്റീവ് മാർക്കുമില്ല. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു അഴിമതി ആരോപണമില്ല. അതൊന്നും പറയാൻ കഴിയാത്തവർ പ്രചരിപ്പിച്ച ഏറ്റവും വലിയ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് പിണറായി വിജയന്റെ ധാർഷ്ട്യം എന്നത്. അപ്പോൾ അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭരണത്തെ അട്ടിമറിക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ പുതിയൊരു നറേറ്റീവ് ഇപ്പോഴിറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലത്തേക്ക് ഇറക്കുന്ന പുതിയ നറേറ്റീവ് ഇനിയിപ്പം തിരിച്ചു വരുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ബംഗാൾ കണ്ടില്ലേ, ത്രിപുര കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇനി സൗകര്യങ്ങൾക്കനുസരിച്ച് കളം മാറ്റി ചവിട്ടിയ കുറേ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ട്. തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും കൃത്യമായി അനുഭവിച്ച ശേഷം അതിൻ്റെ എല്ലാം ഗുണഫലങ്ങൾ നന്നായി അനുഭവിച്ച ശേഷം കൃത്യമായി കളം മാറ്റി ചവിട്ടുകയും എന്നിട്ട് ഈ ഭരണത്തിൻ്റെ പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ട് ഈ നറേറ്റീവിനെ പിന്താങ്ങുകയും അതുകൊണ്ട് ഇടതുപക്ഷം അങ്ങ് നശിച്ചുപോയി എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത കുറേ ബുദ്ധിജീവികൾ, കുറേ എഴുത്തുകാർ, ഇങ്ങനെ ഒരു സാഹിത്യകാരന്മാർ, അങ്ങനെ ഒരു വിഭാഗം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കിടയിലേക്കും വളരെ മൈന്യൂട്ടായിട്ട് മിനിഷ്യ പോയിന്റാണത്. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ നറേറ്റീവ് ഇട്ടുകൊടുത്തുകൊണ്ട് അതിനെ പ്രചരിപ്പിച്ച് വലിയ രീതിയിൽ അത് ഒരു പ്രൊപ്പഗാൻഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് ശരിക്കും കേരള ജനതയ്ക്കിടയിൽ നടന്നു പോകുന്നത്. അതിനെ വീണ്ടും
ഇപ്പോൾ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയൊരു ശക്തി പ്രവർത്തകർ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു 10 പേരെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഒരു 5 പേരെങ്കിലും ഇപ്പോൾ പറയും നമ്മളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രം ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിക്കും. തുടർന്ന് ഇനിയും ഇടതുപക്ഷം തിരിച്ചു വരാനേ സാധ്യതയില്ല, ബംഗാളിനെ പോലെ ആയിപ്പോകും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന, ഇനിയെങ്കിലും നിങ്ങൾ തിരുത്താൻ ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പുതിയ ഒരു നറേറ്റീവ് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ഇത് സമൂഹത്തിനിടയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് ബോധപൂർവമായിട്ടാണ്. തിരിച്ചു വരാൻ കഴിയില്ലെന്നുള്ള ബോധ്യം ഉണ്ടാക്കിക്കൊണ്ട് പല സംവിധാനങ്ങളെയും, പല വർഗീയ സംവിധാനങ്ങളെയും ഇവിടെ കുടിയിരുത്താനുള്ള പുതിയ ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് ബുദ്ധിപൂർവമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്കിനി പ്രവർത്തിക്കാൻ. ഓരോരുത്തരോടും എനിക്കത് മാത്രമാണ് പറയാനുള്ളത്.